ഒരു ഭരണമാറ്റത്തിന്റെ ചർച്ചയൊക്കെ സജീവമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി NSSും SNDP പുറത്തു വരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പുകഴ്ത്തുന്നു. അപ്പോൾ ഇതൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു പരിഗണന ലീഗ് കൊടുക്കുന്നത് അദ്ദേഹത്തിനാണോ? അല്ല, പുകഴ്ത്തിയാൽ പിന്നെ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് നമ്മൾ ഒരു നിഗമനത്തിൽ വരാൻ പാടില്ലല്ലോ. ഇപ്പം രമേശ് ചെന്നിത്തലയെ നമ്മൾ പിന്നെ ജാമിയ നൂരിയയുടെ പരിപാടിയിലേക്ക് അതിൻ്റെ സംഘാടകർ ക്ഷണിച്ചതാണ്. ഓരോ പ്രാവശ്യവും ഒരാളെ ആണ് ക്ഷണിക്കാറുള്ളത്. കഴിഞ്ഞ തവണ VD സതീശൻ വന്നിരുന്നു. അങ്ങനെ പല പല നേതാക്കളെ ഒരിക്കലും എനിക്ക് തോന്നുന്നു ശശി തരൂർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വിളിച്ചത് രമേശ് ചെന്നിത്തലയാണ്. അത് ഈ സംഭവങ്ങളൊക്കെ ഒരുമിച്ച് വന്നപ്പം അങ്ങനെ വന്നു എന്നുള്ളതല്ലാതെ പിന്നെ പുകഴ്ത്തുക എന്ന് പറയുന്നത് നമ്മൾ ആ വേദിയിൽ വന്നു കഴിഞ്ഞാൽ ഏതൊരാളെയും നമ്മൾ ബഹുമാനപൂർവ്വം കാണുകയും അവരെക്കുറിച്ച് ബഹുമാനത്തോടു കൂടി സംസാരിക്കുകയും ചെയ്യും. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു പാരമ്പര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാരണം കോൺഗ്രസ് വേറൊരാളുടെ മുഖ്യമന്ത്രിയെ ഒരിക്കലും മുസ്ലിം ലീഗ് നിശ്ചയിച്ച് കൊടുക്കാറില്ലല്ലോ. അങ്ങനൊരു പാരമ്പര്യം നമുക്കില്ല. അത് അവരുടെ AICC ആലോചിച്ച് അവരുടെ പാർട്ടിയുടെ തീരുമാനമാണ്. ആ തീരുമാനം വന്ന ശേഷം മുസ്ലിം ലീഗ് അതിൻ്റെ കൂടെ നിൽക്കാറാണ് സാധാരണ ചെയ്യാറുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPC പ്രസിഡന്റ് K സുധാകരനുമാണ്. ആ നേതൃത്വം നല്ല നേതൃത്വമായി തന്നെയല്ലേ ഇപ്പോഴും പോകുന്നത് അല്ലേ? അല്ല, കോൺഗ്രസ് കൊണ്ടുവന്നൊരു നേതൃത്വമല്ലേ. ആ നേതൃത്വത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമല്ലോ. കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന KPCC പ്രസിഡൻ്റായാലും പ്രതിപക്ഷ നേതാവായാലും അവരെ ഞങ്ങൾ ബഹുമാനിക്കും, അവരാദരിക്കും. അത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനാണ് ആര് പ്രതിപക്ഷ നേതാവാകണം, ആര് KPCC പ്രസിഡൻ്റ് ആകണം എന്ന്. അല്ലെങ്കിൽ DCC 14 ജില്ലകളിൽ ഒരു 3 DCC മുസ്ലിം ലീഗിന് തരികയാണെങ്കിൽ നമുക്കതിൽ അഭിപ്രായം പറയാം. അല്ല, ഇപ്പം മുസ്ലിം ലീഗ് മാത്രമല്ല SNDP യോഗമാണെങ്കിലും NSS ആണെങ്കിലും ഒക്കെ ഒരുപോലെ രമേശ് ചെന്നിത്തല ഉചിതനാണ് ആ സ്ഥാനത്തേക്ക് എന്നുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ ആ വിധത്തിലേക്ക് ഉയർത്തി കാണിക്കുന്നുണ്ട്. ഏതിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ലല്ലോ. ഒരു ഇമ്മച്ചുവറായ സമയമല്ല അത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഒരു വർഷമുണ്ട്. ആ വർഷത്തിന് ഇടയിൽ എന്തെല്ലാം സംഭവവികാസങ്ങൾ ഈ രാജ്യത്തുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല. ആ സമയത്ത് നമുക്കിപ്പോൾ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ല. ഇനി അടുത്ത് വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി എങ്ങനെ നിൽക്കണം, ആരൊക്കെ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരണം, എങ്ങനെ പരമാവധി പഞ്ചായത്തുകൾ ത്രിതല പഞ്ചായത്തുകളും പിടിച്ചെടുക്കാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഈ മുന്നണി വിപുലീകരണത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ് ഒക്കെ വിട്ടുപോയവരാണ്. അവരൊക്കെ തിരികെ കൊണ്ടുവരാൻ ലീഗ് ശ്രമം നടത്തുന്നുണ്ടോ? അതല്ല, നമ്മളിപ്പം മുന്നണി എന്താകും എന്നുള്ളതിനെക്കുറിച്ച്, ആരൊക്കെ വരും എന്നുള്ളതിനെക്കുറിച്ചും ഇതേപോലെ തന്നെ മുന്നണി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് മുസ്ലിം ലീഗിന് ഒറ്റക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അത് മുന്നണി കൂടിയാലോചനകളിലൂടെ മാത്രം നടക്കേണ്ട സംഭവവികാസങ്ങളാണ്. മുസ്ലിം ലീഗ് ഈ പറഞ്ഞ പോലെ ഈ മുന്നണിയിൽ കൂടുതൽ നമ്മളിൽ നിന്ന് വിട്ടുപോയവരെ ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന് പിന്നെ ഒരു മാൻഡേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മളതിന് തയ്യാറാണ്, ചർച്ച ചെയ്യാൻ തയ്യാറാണ്. കേരള കോൺഗ്രസ് അല്ല, അതിനൊരു മാൻഡേറ്റ് UDF തരണമല്ലോ. UDF കൂടിയിരുന്ന മുസ്ലിം ലീഗ് ഈ ഒരു കാര്യത്തിൽ ഞങ്ങളെ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കണം എന്നൊക്കെ നമുക്കൊരു മാൻഡേറ്റ് തന്നു കഴിഞ്ഞാൽ മാത്രമേ മുസ്ലിം ലീഗിന് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റൂ. അല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ വ്യക്തികളെ കാണുമ്പോൾ വ്യക്തികളുമായി സൗഹൃദം പങ്കുവെക്കും. അപ്പം ജോസ് കെ മാണിയൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്. അപ്പം അവരെവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇരിക്കും, സംസാരിക്കും. അപ്പോഴേക്കും നമ്മളുടെ പിന്നെ വാർത്തകൾ വരുന്നത് ആലോചനകളായി. ഇപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ പോലും അത് എന്തോ നിഗൂഢമായ ചർച്ചകൾ നടന്നു എന്നുള്ള രീതിയിലാണല്ലോ വരുന്നത്. അതിനൊക്കെ അപ്പുറമാണ് രാഷ്ട്രീയം.